Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. കൊല്ലം ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സിന് ഹൈക്കോടതിയുടെ അനുമതിയില്ല. സദസ്സിന് അനുമതി നൽകിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ക്ഷേത്ര മൈതാനം ഇതര പരിപാടികൾക്ക് വിട്ടുനൽകാൻ പാടില്ല എന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിക്കുകയായിരുന്നു. നവകേരള സദസ്സ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്ന വാദവും ഹൈക്കോടതി അംഗീകരിച്ചു. സദസ്സിന്റെ വേദി ക്ഷേത്രമതിലിന്റെ പുറത്താണെന്നും ക്ഷേത്രത്തിന്റെ അന്തരീക്ഷത്തെ ബാധിക്കില്ല എന്നുമുള്ള സർക്കാർ വാദം ഹൈക്കോടതി പൂർണ്ണമായും തള്ളുകയായിരുന്നു. വിലക്ക് ന്യായമോ എന്നതാണ് ചോദ്യം. എം വി നികേഷ് കുമാർ, വിലക്ക് ന്യായമാണോ? നോക്കൂ, സ്വാഭാവികമായും കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി വിധിയാണല്ലോ ഇപ്പോൾ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്. അതിന് ന്യായീകരിക്കത്തക്ക കാരണങ്ങൾ സ്വാഭാവികമായും ഹൈക്കോടതിക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാത്രമല്ല, ഈ ക്ഷേത്രഭൂമി വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ള ഒരു പൊതു കാര്യം യഥാർത്ഥത്തിൽ കൂടുതൽ തീർപ്പ് കൽപ്പിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് തന്നെ ഒരു ക്ഷേത്രഭൂമി RSSന്റെ ശാഖാ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് ആ ക്ഷേത്ര ഭാരവാഹികൾ കേരള ഹൈക്കോടതിയിലെത്തി അക്കാര്യത്തിലൊരു തീർപ്പ് വാങ്ങിയിട്ടുള്ളത്. അവിടെ ഈ പാൻപരാഗിൻ്റെ ഒക്കെ തന്നെയും മാലിന്യമുണ്ട്, മദ്യത്തിൻ്റെ ഉപയോഗമുണ്ട്, ആയുധ പരിശോധന മാസ്റ്ററിൽ നടക്കുന്നു എന്നുള്ള ആക്ഷേപത്തിൻ്റെ പുറത്താണ് ഹൈക്കോടതി അക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചത്. ക്ഷേത്രഭൂമി മറ്റാവശ്യങ്ങൾ, അത് ദേവൻ്റെ ഭൂമിയാണ്. അവിടെ ഉത്സവ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് ഇത്തരം ഭൂമി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നേരത്തെ തന്നെ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചക്കുവള്ളി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പോലും ആ വിധിന്യായമൊക്കെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സർക്കാർ പരിപാടിക്കാണെങ്കിൽ തന്നെയും ക്ഷേത്രഭൂമി വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യത്യസ്ത സംഘടനകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഈ നിലയിൽ ശാഖാ പ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ പൊതുവായുള്ള ഒരു ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഈ ചക്കുവള്ളി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ ദേവസ്വം ഭൂമി ആണെങ്കിൽ തന്നെയും ഇത് ക്ഷേത്രഭൂമിയല്ല. ചക്കുവള്ളി ദേവസ്വവുമായി ബന്ധപ്പെട്ടൊരു CBSE സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ CBSE സ്കൂളിന് നമുക്ക് സാധാരണഗതിയിൽ CBSEയുടെ ഹൈസ്കൂൾ ലഭിക്കുന്നതിന് വേണ്ടി 3 ഏക്കർ സ്ഥലം ആവശ്യമായി വരും. അപ്പോൾ ആ 3 ഏക്കർ സ്ഥലത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ഈ ഭൂമിയാണ് കാണിച്ചിട്ടുള്ളത്. ആ ഭൂമിയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ പരിപാടിക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് പക്ഷേ ഈ ദേവസ്വം ഭൂമി ഏത്, സ്കൂളിൻ്റെ ഭൂമി ഏത് എന്ന നിലയിൽ വേർതിരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അത് ദേവസ്വം ഭൂമി എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കാം, രേഖകൾ എന്നതുകൊണ്ടായിരിക്കും. ഞാൻ ഏറ്റവും ഒടുവിൽ പോലും അതിൻ്റെ വിധിന്യായത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷേ വിധിന്യായം പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ആ നിലയിൽ വേർതിരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഭൂമി കേരള ഹൈക്കോടതി വിട്ടുകൊടുക്കാതിരിക്കുന്നത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്തു. കാരണം ക്ഷേത്രഭൂമി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് തടയിടുക തന്നെ വേണം. പ്രത്യേകിച്ച് ഈ ശാഖാ പ്രവർത്തനങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ വേണ്ടി പലരും താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ. ഞാനും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ ക്ഷേത്രഭൂമിയൊന്നും സാധാരണ ഒരു പാർട്ടിയുടെയും, ഇപ്പം CPMൻ്റെ എന്നുള്ളതല്ല, ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഒരു പാർട്ടിയുടെയും അതീതമായി വരേണ്ട ഒരു കാര്യമല്ല അത് ഒരിക്കലും. അപ്പോൾ ഹൈക്കോടതി എടുത്ത തീരുമാനം ഒരു പരിധിവരെ അത് ശരിയാണ്. കാരണം CPM പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ പരാതിക്കാർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ അത് ക്ഷേത്രഭൂമിയാണ്, ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ചടങ്ങുകൾക്കും അതുപോലെ തന്നെ അവിടെ പൂജാകർമ്മങ്ങൾക്കും എല്ലാം ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പറയുന്ന സ്ഥലത്ത്, നവകേരള സ്ഥലത്ത് നടത്താൻ പാടില്ല എന്നാണ്. അപ്പം സർക്കാർ എടുത്ത നിലപാടെന്ന് പറയുന്നത് അത് ഒരിക്കലും ക്ഷേത്രഭൂമിയല്ല, അത് പുറമ്പോക്ക് ഭൂമിയാണ്. ആ പുറമ്പോക്ക് ഭൂമി അതിനെ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവിറക്കിയത്, ക്ഷേത്രഭൂമിയിൽ ഈ പരിപാടി നടത്തേണ്ടതെന്ന്. ഈ 2 ഹർജി കൂടെ ഇനി പെൻഡിങ് ആണ്. ഇനി തിങ്കളാഴ്ച 2 ഹർജി ഉണ്ട് ഹൈക്കോടതിയിൽ. അതും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു തുടർച്ച, ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും അതിനും. കാരണം ക്ഷേത്രഭൂമി അതുപോലെ തന്നെയാണ് ഇവിടെ തൃശ്ശൂരിൽ ഒരു പരിപാടി നടത്തിയപ്പം അത് ഹൈക്കോടതി ഇടപെട്ട് അത് നടത്തരുതെന്ന് പറഞ്ഞു. പക്ഷേ അത് 2 ദിവസം മുൻപ് അവരത് പുതിയ പന്തലിലേക്ക് മാറി. പക്ഷേ നവകേരള സദസ്സിനെ ഇതൊന്നും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നവകേരള സദസ്സിനെ അതൊന്നും ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് ആ സംവിധാനം മുന്നോട്ട് പോകുന്നത്.
അപ്പം ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ സ്ഥലത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ആ പരിപാടി മാറും എന്നുള്ളതല്ലാതെ നവകേരള സദസ്സിനെ ബാധിക്കും എന്നുള്ളതൊന്നും ഈ പറഞ്ഞ ഹൈക്കോടതി വിധി കൊണ്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നവകേരള സദസ്സ് ആ ലെവലിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഉണ്ണി ബാലകൃഷ്ണൻ. നോക്കൂ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വളരെ പ്രസക്തമായൊരു ഉത്തരവ് ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്നല്ലോ, നമ്മളത് ചർച്ച ചെയ്തതാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ക്ഷേത്ര മൈതാനങ്ങൾ ഉപയോഗിക്കുന്നു, ആയുധ പരിശീലനത്തിനടക്കം ഉപയോഗിക്കുന്നു. അപ്പോൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കത്തില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. ആ സർക്കുലർ നമ്മൾ ചർച്ച ചെയ്യുകയും അത്തരം ആക്ടിവിറ്റീസ് നടക്കേണ്ട ഒരു സ്ഥലമല്ല ക്ഷേത്ര പരിസരങ്ങൾ, ഒരു ആരാധനാലയവും അത്തരത്തിലുള്ള ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിലപാടെടുക്കുകയും ചെയ്തൊരു എഴുത്തോൾ ബോർഡാണല്ലോ നമ്മുടേത്. ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതിയുടെ ഒരു വിധി തന്നെ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മൈതാനവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അവിടെ ഈ സിനിമാ ഷൂട്ടിംഗ് നിരോധിച്ചുകൊണ്ട്, കാരണം വെച്ചാൽ അവിടെ ഈ ബൗൺസേഴ്സൊക്കെ വരും, അപ്പം ഈ ഭക്തജനങ്ങൾക്ക് പോകുന്നതിന് തടസ്സമുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ കൊല്ലത്തെ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ട് എന്നറിയാം. എന്നാലും ഒരു 3.5 മീറ്റർ വ്യത്യാസമേ ഈ മൈതാനവും ക്ഷേത്രവുമായിട്ടുള്ളൂ എന്നാണ് ഹർജിക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രീകോലുമായിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അത് തടസ്സമാകും എന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള മൈതാനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികൾക്കോ പൊതുപരിപാടികൾക്കോ അല്ലെങ്കിൽ ഇതര പരിപാടികൾക്ക്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവമല്ലാത്ത പരിപാടികൾക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഇപ്പം ശ്രീ ആൻഡോ അഗസ്റ്റും സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവർക്ക് വേറൊരു സ്ഥലം കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പം ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ പറയാം. അപ്പം നമ്മൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കോടതി ഇടപെടലുകൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം വെച്ചാൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പലതവണ കോടതിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് മാവേലിക്കര സ്കൂളിൻ്റെ മതിലിടിച്ചു പൊളിച്ച കേസുമായി ബന്ധപ്പെട്ട് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് കോടതി ചോദിക്കുന്നു. പറ്റിപ്പോയി എന്നാണ് സർക്കാർ മറുപടി പറയുന്നത്. പൊതു ഖജനാവിലെ പണമല്ലേ എന്ന് ചോദിക്കുന്നു. അത് ഈ മാവേലിക്കര ഹൈസ്കൂളിലെ മാത്രമല്ല, കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ പൊൻകുന്നം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മതിൽ പൊളിച്ചു. പറവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മതിൽ പൊളിച്ചിട്ട് അവിടുത്തെ നഗരസഭാ അധ്യക്ഷ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത്തരത്തിൽ ഈ വണ്ടി വരുന്നതിനൊക്കെ വേണ്ടിയിട്ടും സ്കൂളിൻ്റെ മതിലുകൾ പൊളിക്കുക, അത് ഒരു വിവാദമായി നിൽക്കുന്നു. നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ട വിവാദമാണ് സ്കൂൾ ബസ്സുമായി ബന്ധപ്പെട്ടുണ്ടായത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു ഉത്തരവിറക്കുന്നു, പിന്നെ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുന്നു. സ്കൂൾ ബസ്സുകൾ ഇതിനായി വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നു. ഇപ്പോൾ തലശ്ശേരിയിൽ സ്കൂൾ കുട്ടികളെ വെയിലത്ത് നിർത്തി മുദ്രാവാക്യം വിളിച്ചതുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ ഒരു കേസ് തന്നെ എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ചില വിവാദങ്ങളിലൂടെ ഈ നവകേരള സദസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആലപ്പുഴയിൽ KSU കരിങ്കൊടി കാണിച്ചതിൻ്റെ ഭാഗമായിട്ടൊരു സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ആ പരിപാടി ഇങ്ങനെ കലാപരിപാടിയായിട്ട് തുടർന്നു വരുന്നുണ്ട്. പക്ഷേ ഇന്ന് ആലപ്പുഴയിൽ എത്തുമ്പോൾ അതിനൊരു പുതിയ വികാസം സംഭവിച്ചിരിക്കുന്നത് ഈ സംഘർഷത്തിന് ശേഷം KPC ജനറൽ സെക്രട്ടറിയായ ജോബിൻ്റെ വീട്ടിലേക്ക് CPM പ്രവർത്തകർ, CA2 പ്രവർത്തകർ എന്നാണ് അദ്ദേഹം പരാതിയിൽ കൊടുത്തിരിക്കുന്നത്, കണ്ടാൽ തിരിച്ചറിയും എന്നും പറഞ്ഞിരിക്കുന്നു. അയാളുടെ വീട്ടിലേക്ക് കയറിയിട്ട് റാൻസാക്ഡ് ആണ്. നമ്മൾക്ക് ആ വിഷ്വൽ കണ്ടാൽ അറിയാം, മൊത്തം അടിച്ച് തകർത്തിരിക്കുകയാണ് ആ വീട്. അപ്പോൾ ഈ പരിപാടി ആസൂത്രണം ചെയ്ത് ജോബാണെന്ന് കരുതിയിട്ടാണോ ഈ ആക്രമണം നടന്നത്? അല്ലെങ്കിൽ അഥവാ ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഇനി നടത്തുകയാണെങ്കിൽ ഓരോ ജില്ലകളിലും ഇതുപോലെയുള്ള നേതാക്കളെ തെരഞ്ഞെടുത്ത് അവരുടെ വീട് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്? ആ സ്ത്രീ തന്നെ, ജോയിൻ്റെ ഭാര്യ തന്നെ ടെലിവിഷൻ ചാനലുകളുടെയൊക്കെ മുമ്പിൽ വന്ന് പറഞ്ഞത് അവരെ കഴുത്തിന് പിടിച്ച് തള്ളി താഴ്ത്തിട്ടു എന്നൊക്കെയാണ്. ആ വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടു. എല്ലാം ആക്രമിച്ച് ഒരു വിധത്തിലാക്കിയിട്ടുണ്ട് ആ വീടുകൾ. നോക്കൂ, ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ. ഇപ്പം നവകേരള സദസ്സിൻ്റെ ലക്ഷ്യം ജനങ്ങളെ സർക്കാരിൻ്റെ പ്രതിസന്ധികൾ ബോധ്യപ്പെടുത്തുക, സർക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുക, സർക്കാരിന് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുക, ഇത്തരത്തിലുള്ള സതുദ്ദേശപരമായ കാര്യങ്ങൾക്കാണ് ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും ഇപ്പോൾ നവകേരള സദസ്സ് വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൂടെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ വിവാദങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ നവകേരള സദസ്സ് വാർത്തയെ നിർമ്മിക്കുന്നില്ല. അതിൻ്റെ ഒരു വാർത്ത എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള വിവാദങ്ങളുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ ദിവസം വാകത്താനത്ത് ഒരു പഞ്ചായത്ത് മെമ്പറെ അറസ്റ്റ് ചെയ്തത് അയാൾ ഈ സ്നേഹാലയം പദ്ധതിക്ക് പൊതിച്ചോറ് വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ കറുത്ത ഷർട്ട് ഇട്ടിരുന്നു. അതിന് അല്പസമയം കഴിഞ്ഞാൽ വാകത്താനത്ത് കൂടി പോലീസ് മുഖ്യമന്ത്രി കടന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതിന് തൊട്ടുമുമ്പ് കറുത്ത കുടയുമായി പോയൊരു ഗൃഹനാഥനെയും തടഞ്ഞു വെക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൂടെയാണ് ഈ നവകേരള സദസ്സിൻ്റെ യാത്ര തുടരുന്നത് എന്നുള്ളത് അത് നടത്തുന്ന ആളുകൾ കാണേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. ശരി, നവകേരള സദസ്സിന് അനുമതിയില്ല എന്ന് പറയുമ്പോൾ നവകേരള സദസ്സ് ഒരു സർക്കാർ പരിപാടി,
ആ സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് എഴുതിയെടുത്ത് അത് പരിഹാരത്തിന് ശ്രമിക്കുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് അത് വിഭാവനം ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ പരിപാടി അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല. സർക്കാർ പരിപാടിക്ക് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മൈതാനം കൊടുക്കണ്ട എന്നൊരു തീരുമാനം കോടതി എടുത്തത് ശരിയായ തീരുമാനമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഹർജിക്കാരന്റെ വാദം അതേ രൂപത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പരിപാടി എന്ന നിലയ്ക്കാണ് സർക്കാർ അതിനെ കണ്ടിരിക്കുന്നത്, അല്ല കോടതി അതിനെ കണ്ടിരിക്കുന്നത്. ഒരു സർക്കാർ പരിപാടി അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളത്, അത് ക്ഷേത്ര അങ്കണമായാലും അത് പള്ളിയുടെ മൈതാനമായാലും ആ രൂപത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിക്കായി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ രൂപത്തിലല്ല കോടതി എടുത്തത്. ഇപ്പോൾ നേരത്തെ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ എം വി നികേഷ് കുമാറും ഉണ്ണിബാലകൃഷ്ണനൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ RSSന്റെ സായുധ പരിശീലനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തിരുന്നു. അത് അംഗീകരിക്കാനാകില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സായുധ പരിശീലനം നടത്താനുള്ള സ്ഥലമല്ല ക്ഷേത്രങ്ങൾ ആ രൂപത്തിൽ പിടിച്ചെടുക്കാനുള്ള ശ്രമം തടയേണ്ടതുണ്ട് എന്ന് CPM ആലോചിക്കുമ്പോൾ അത് ഗൗരവത്തിലുള്ള വിഷയമാണ്. അതും ഇതും തമ്മിൽ താരതമ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഈ സായുധ പരിശീലനം പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ഈ സർക്കാർ പരിപാടിയും എന്ന നിലയ്ക്ക് കോടതി കാണുന്നുണ്ടോ എന്ന സംശയം. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ആന്റോ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച പോലെ അടുത്ത 2 ക്ഷേത്രങ്ങളുടെ കാര്യവും കോടതിയുടെ മുന്നിലേക്ക് വരികയാണ്. അത് ശാർക്കര ദേവീക്ഷേത്രമാണ്, കടക്കൽ ദേവീക്ഷേത്രമാണ്. ഇപ്പോഴുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായൊരു തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ഈ ഹർജിക്കാരും മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിൽ നിൽക്കുന്നവരും ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് കണ്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്നവരുമാണ്. ഇനി പോട്ടെ, ഇതിപ്പോൾ സർക്കാർ പരിപാടിയാണ് എന്ന് സർക്കാർ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം പറയും എന്ന് ഇന്ന് മന്ത്രി അടക്കം പറയുന്നുണ്ട്. മന്ത്രി P. രാജീവ് പറയുന്നു, നവകേരള സദസ്സുകളിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കും, സർക്കാർ ഒരു രാഷ്ട്രീയ രൂപമല്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പരിപാടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞത് മറ്റത് സാങ്കല്പികമാണ്. അതായത് നേരത്തെ വിഭാവനം ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഒരു സർക്കാർ പരിപാടി എന്നാണ്. പക്ഷേ അതൊരു രാഷ്ട്രീയ പരിപാടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ രാഷ്ട്രീയ പരിപാടി നവകേരള സദസ്സ് നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവിടേക്ക് എത്തുന്ന സ്ഥലത്ത് വരുന്ന എല്ലാ എതിർ ശബ്ദങ്ങളെയും അടിച്ചമർത്താനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കണ്ടത്. തല്ലിച്ചതയ്ക്കുന്ന ആ ദൃശ്യങ്ങൾ, അത് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ കൂടിയുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടുമ്പോഴാണ് അവിടെ ആ കരിങ്കൊടി വല്ലാത്ത രൂപത്തിൽ കരിങ്കൊടി ഒരിക്കലും പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു ആയുധമാവുകയാണ്, സമരമുറയാവുകയാണ്. മറ്റൊരിടത്ത് അതൊരു വലിയ ശക്തമായ സമരമുറയാകുന്നുണ്ട്. അത് നമ്മൾ അടുത്ത വിഷയത്തിൽ അതിലേക്ക് വരും. അപ്പോൾ ആ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന അംഗരക്ഷകരെയും പോലീസിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ DYFI CITU പ്രവർത്തകർ അവിടെ കൈതവന ജംഗ്ഷനിലെ MT ജോബിൻ്റെ വീട്ടിൽ കയറി ചില്ലുകൾ, ഗ്ലാസ്, ജനലൊക്കെ തകർത്ത് അകത്ത് കയറി കുറേ നേരം ബഹളം വയ്ക്കുകയും സാധനങ്ങളൊക്കെ തല്ലി തകർക്കുകയൊക്കെ ചെയ്ത് ഭാര്യയുടെ കഴുത്തിന് പിടിച്ചു എന്നാണ് പറയുന്നത്. ഈ രൂപത്തിലാണോ നവകേരള സദസ്സ് മുന്നോട്ട് പോകേണ്ടത്? ഈ രൂപത്തിൽ എതിർ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് നടത്തേണ്ട ഒരു പരിപാടി, ആ പരിപാടി ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഇത് ചിലർ ചെയ്തതാണ്, ഞങ്ങൾക്കറിയില്ല എന്ന രൂപത്തിൽ പറയാൻ പറ്റില്ല. അത് സർക്കാർ ഇത് പാർട്ടി പരിപാടിയാണ് എന്ന രൂപത്തിൽ ആക്കിയത് ഈ സർക്കാർ തന്നെയാണ്. കാരണം ആ പരിപാടിയുടെ മുഖ്യ ആസൂത്രകരായ തുടക്കം മുതൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, പാർട്ടിയുടെ നേതാക്കളാണ് ആ പരിപാടിയിൽ വന്നിരുന്നത്, മന്ത്രിമാർ മാത്രമല്ല. അപ്പോൾ ആ രൂപത്തിൽ അത് പാർട്ടി പരിപാടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ പാർട്ടി പരിപാടി മുന്നോട്ട് പോകുമ്പോൾ എതിർ ശബ്ദങ്ങളെ ഈ രൂപത്തിലാണോ എതിർക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. വിലക്ക് ന്യായമോ എന്ന് ചോദിച്ചാൽ എന്താണ് അഭിപ്രായം എന്ന് എല്ലാവരുടെ അഭിപ്രായം നോക്കാം. നമ്മൾ ഇത് ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ന്യായമാണെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ല, എനിക്ക് അതിനകത്ത് 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്ന്, ഇത് ആ ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഭാരവാഹികളല്ല കോടതിയിൽ പോയിരിക്കുന്നത്, ആ പരിസരത്തുള്ള ആരെങ്കിലും അല്ല കോടതിയിൽ പോയിരിക്കുന്നത്. ഹിന്ദു ഐക്യം അതാ ഞാൻ പറഞ്ഞത്, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, സംഘടനയാണ് പോയിരിക്കുന്നത്. പക്ഷെ കോടതി അക്കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഇത്തരം പൊതുപരിപാടികൾക്കൊന്നും തന്നെയും ക്ഷേത്രഭൂമിയിൽ വേണ്ട എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് നേരത്തെയുള്ള വിധിന്യായങ്ങൾ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. സർക്കാർ പരിപാടി ആണെങ്കിൽ തന്നെയും നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 3 മീറ്റർ, അതായത് ശ്രീകോവിലിന്റെ 3 മീറ്റർ മാത്രം അകലെയാണ് ഇതിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ഷേത്ര ചടങ്ങുകളെ ബാധിച്ചേക്കാം. ക്ഷേത്ര ചടങ്ങുകളെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ പരിപാടി വേണ്ട എന്നുള്ളത് തന്നെയാണ്. സർക്കാർ പരിപാടിന്റെ അർത്ഥത്തിലല്ല അത്. അല്ല, അപ്പോൾ ക്ഷേത്ര ചടങ്ങുകളെ ബാധിക്കുന്ന വിധത്തിൽ ക്ഷേത്രഭൂമി, അത് ക്ഷേത്രഭൂമി അല്ല എന്നുള്ളതാണ് സർക്കാർ കണക്കിലുള്ളത്. കാരണം ഈ സ്കൂളിന്റെ CBSE അംഗീകാരത്തിന് വേണ്ടി സ്കൂൾ സമർപ്പിച്ചിരിക്കുന്ന ഭൂമി ഇതാണ്. അപ്പോൾ സ്കൂളിൻ്റേതെന്നും ക്ഷേത്രത്തിൻ്റേതെന്നും പറയുന്ന ഭൂമിയാണ്. അവസാനം കോടതി മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ദേവസ്വം ഭൂമിയാണ് അന്തിമമായി എന്നുള്ളതാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ടത് ഈ 3 മീറ്റർ മാത്രമേ ശ്രീകോവിൽ നിന്നും അകലുള്ളൂ. അപ്പോൾ ഒരു സർക്കാർ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രീകോവിൽ അവിടെ
ഉച്ചപൂജ നടത്തണമെന്ന് വിചാരിച്ചോളൂ. സ്വാഭാവികമായി അതിന് തടസ്സമുണ്ടാക്കുന്ന പരിപാടി എന്തായാലും ഈ ദേവസ്വം ഭൂമിയിൽ വേണ്ട എന്നാണ് കേരള ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഒരു പരിപാടിയും വേണ്ടെന്നേ. RSSൻ്റെ മാസ്റ്ററിലും വേണ്ട, അവിടെ പാഞ്ചവച്ച് തുപ്പണ്ട, അവിടെ മദ്യക്കുപ്പി വേണ്ട, അവിടെ ഇനി സർക്കാർ പരിപാടി വേണ്ട എന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി തീരുമാനിക്കുന്നതെങ്കിൽ അതും പക്ഷെ ഒരു താരതമ്യമുണ്ടോ ഈ രണ്ട് കാര്യങ്ങളായിട്ട്? താരതമ്യത്തിന്റെ പ്രശ്നമല്ല. താരതമ്യപ്പെടുത്തിയിട്ട് അല്ലേ തീരുമാനിച്ചിട്ടുള്ളത്. നോക്കൂ, ഇങ്ങനെയുള്ള ഒരു പരിപാടിയും വേണ്ട എന്നാണ് കേരള ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇത് വിവാദം മാത്രം ഉണ്ടാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നോക്കൂ, ഇതിപ്പോൾ കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിലെത്തി ഇന്ന് പ്രഖ്യാപനം നടത്തുമെന്നൊന്നും നവകേരള സദസ്സ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ചില കാര്യങ്ങൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന മന്ത്രിസഭ ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് കേരള സർക്കാരിന് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ സാധനങ്ങൾ വാങ്ങാൻ ആളുണ്ടാവില്ല. വലിയ രീതിയിലുള്ള ഒരു ഭീതിജനകമായിട്ടുള്ള സാഹചര്യം കേരളത്തിലുണ്ടാകും. അപ്പോൾ കേരളത്തിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കേരളം 1 രൂപ കേന്ദ്രത്തിലേക്ക് ടാക്സായി നൽകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 20 പൈസയാണ്. പക്ഷേ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അത് 2 രൂപയിലധികമാണ്. അപ്പോൾ ആ നിലയിൽ കേരളത്തിൻ്റെ വിഹിതം പരമാവധി വെട്ടിക്കുറച്ച് കേരളത്തിന് കടമെടുക്കാനുള്ള സാധ്യതകൾ പരമാവധി ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ സർക്കാരിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലിരിക്കുന്ന സെക്രട്ടേറിയറ്റിലിരിക്കുന്ന മന്ത്രിസഭ ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഓരോ മണ്ഡലത്തിലും എന്തെങ്കിലും പ്രഖ്യാപനം നടത്തി അത് വാർത്തയാകും എന്ന് ആരും പറഞ്ഞിട്ടില്ല. വാർത്ത വിവാദമാകുന്നതിൻ്റെ സാഹചര്യം അല്ല, ഇതിലിപ്പോൾ 2 കാര്യങ്ങളാണ്. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്ന് ആദ്യം പ്രഖ്യാപിക്കുന്നു. ആ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പ്രശ്നങ്ങൾ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി തന്നെ പ്രസംഗിക്കുകയാണ്, ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സ്ഥലമല്ല, പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ ജനങ്ങളെ അറിയിക്കാൻ, പ്രശ്നങ്ങളെ അറിയിക്കാൻ ഈ നാട് നീളെ സഞ്ചരിച്ചാലേ പറ്റുന്നില്ലല്ലോ. സ്മൃതി, അത് കാണേണ്ടതെന്ന് വെച്ചാൽ പരാതി ആളുകളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്, ആ പരാതിക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ചില മാധ്യമങ്ങൾ, അതുപോലെ തന്നെ UDF, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരേ ശബ്ദത്തിൽ പറയുന്ന കാര്യമുണ്ട്, ഒരു പരാതിക്കും പരിഹാരമില്ല എന്നുള്ളത്. സ്മൃതിക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണന്, ശ്രീ ആൻഡ്രൂ അഗസ്റ്റിന് തോന്നുന്നുണ്ടോ കേരളത്തിൽ നിന്റെ മന്ത്രിസഭ ഒന്നാകെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും എത്തി സ്വീകരിക്കുന്ന പരാതികളിൽ ഒന്നിനും പരിഹാരമുണ്ടാകില്ല എന്ന്? പരിഹാരം സാധ്യമാകുന്നതിന് മാത്രമേ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്ക് അത് ഇപ്പോൾ ഒരു പരാതി എഴുതി തന്നു എന്ന് വിചാരിച്ചിട്ട് ആ പരാതിക്കൊരു മറുവശം ഉണ്ടാവുമല്ലോ. ആ മറുവശത്താണ് ശരിയെങ്കിൽ ആ മറുവശത്തെ ശരിയാണ് തുടരുക, പരാതിയല്ല തുടരുക. അപ്പോൾ പരാതിക്കൊക്കെ ഞാൻ കാണുന്നത് അത്രയേ ഉള്ളൂ. ഞാൻ 2-3 ചർച്ചകളിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ സംഘടനകളും ആശ്രയിക്കുന്നത്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ആശ്രയിക്കുന്നത് ഡാറ്റയാണ്. നോക്കൂ, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2.5 വർഷക്കാലം ഇവർ ഡാറ്റ സൃഷ്ടിക്കുകയാണ്. ഈ ഡാറ്റ ഉപയോഗിച്ചാണ് 2.5 വർഷ കാലഘട്ടത്തിലെ പ്രവർത്തനം വരാൻ പോകുന്നത്. അതിനൊരു സംശയമില്ല. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവർ സ്വാഭാവികമായും ഒരു 2026 റിപ്പീറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തിൽ പോകാൻ വേണ്ടി അവരുടേതായിട്ടുള്ള ഡാറ്റയിൽ അവർ ആ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ പോകുന്നത് ഈ പരാതികളിലാണ്. അതൊന്നും ഒരു സംശയവും ഡാറ്റ മാത്രമായിരിക്കുമോ തെളിവുകളായിട്ട്? ഈ ദൃശ്യങ്ങൾ കൂടി തെളിവുകളായിട്ട് നിൽക്കുമല്ലോ ജനങ്ങളുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഈ അടിച്ചമർത്തുന്ന ദൃശ്യങ്ങൾ. ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അടിച്ചമർത്തൽ നോക്കൂ, നമുക്ക് ഒരു ലാത്തി ചാർജിനെയും യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ പോലും കഴിയില്ല. കാരണം ഇന്നത്തെ ലാത്തി ചാർജ് എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കമാൻഡോസ് ഇറങ്ങി ലാത്തി ചാർജ് നടത്തുന്നതൊക്കെ അതിക്രൂരമായിട്ട് തന്നെയാണ്. പക്ഷേ 20 മന്ത്രിമാരും ഒരു മുഖ്യമന്ത്രിയും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ, കേട്ടിട്ടുള്ളതുപോലെ, മന്ത്രിമാരുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം സഞ്ചരിക്കുന്നവരുടെ വാഹനത്തിന് മുമ്പിലേക്ക് കയറുന്നവരെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. അതല്ലാതെ മറ്റൊരു പോംവഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി പരാമർശിക്കുകയുണ്ടായി, ഒരു ഷൂ എറിഞ്ഞത് ഇത്ര വലിയ കുറ്റമാണോ എന്ന്. നോക്കൂ, നിങ്ങൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു പേപ്പർ കഷ്ണം, ഒരു പേപ്പർ ചുരുട്ടി വലിച്ചെറിഞ്ഞാൽ പോലും നിങ്ങളുടെ ശ്രദ്ധ മാറ്റും.
ഇപ്പം നമ്മൾ അത് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെയാണ് ആ നിലയിലുള്ള ഒരു ഷൂ വലിച്ചെറിഞ്ഞിട്ടുള്ളതെങ്കിലോ, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതിയോ വരുന്ന സമയത്താണ് അങ്ങനെ ഒരു എറിഞ്ഞിട്ടുള്ളതെങ്കിലോ സമാനമായ വിധത്തിലുള്ള പോലീസ് ആക്ഷൻ ഉണ്ടാവും. ഇത് Z+ സെക്യൂരിറ്റിയുള്ള മുഖ്യമന്ത്രിയും ഏതാണ്ട് ഒരു ഗൺമാനും പോലീസ് വാഹനവും ഒപ്പം പോകുന്ന മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനമാണ്. അവിടെ അടിയുണ്ടാവുക എന്നുള്ളതൊക്കെ വളരെ അപലപിക്കേണ്ട കാര്യമാണ്. നമുക്കൊന്നും കണ്ടു നിൽക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളൊക്കെ തന്നെയാണത്. പക്ഷേ സ്വാഭാവികമാണ്, സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഒരൊറ്റ മാനദണ്ഡേ ഉള്ളൂ. മുമ്പിൽ ചാടി വീഴുന്നവർ സ്വാഭാവികമായിട്ടും അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. ഈ ദൃശ്യങ്ങളാണോ ആത്യന്തിക അല്ല നിലനിൽക്കാൻ പോകുന്നത് ഈ പരാതി എന്ന ഡാറ്റ, ഈ പരാതിയിൽ ഈ സർക്കാർ എന്തു ചെയ്യുന്നു എന്നുള്ളത്. നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ആ പരാതിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഔട്ട്കം ആയിരിക്കും 2026 വരാൻ പോകുന്നത്. പൂച്ചട്ടിയൊക്കെ മറക്കും. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, ഈ സ്മൃതി പറഞ്ഞ കണക്ക് ഒരു സർക്കാർ പരിപാടിയല്ലേ എന്ന് ചോദിക്കുന്നു. സ്മൃതി തന്നെ പറഞ്ഞു അത് പിന്നീട് രാഷ്ട്രീയം പറയുന്നൊരു പരിപാടിയായിട്ട് മാറി എന്നുള്ളത്. അത് പി രാജീവ് പറഞ്ഞ കണക്ക് തന്നെയാണ്. സർക്കാർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു രാഷ്ട്രീയ ആശയമാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഓരോ സർക്കാരുകളെ തിരഞ്ഞെടുക്കണ്ടല്ലോ, ഒരു മന്ത്രിസഭയെ തിരഞ്ഞെടുക്കണ്ടല്ലോ, കാരണം ഉദ്യോഗസ്ഥരെ കൊണ്ടൊക്കെ ഭരിപ്പിക്കാമല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രീയ ആശയം തന്നെയാണ് സർക്കാർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാർ ജനങ്ങളിലേക്ക് പോയിട്ട് അവർ അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ദിവസേന പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് മാത്രമല്ല, ദിവസേന രാഷ്ട്രീയ പ്രതികരണങ്ങളും മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാമായിട്ട് മാറിയിട്ടുണ്ട്. രാഷ്ട്രീയം പറയുന്നത് തെറ്റുമല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ട് തന്നെ മാറിയിരിക്കുന്ന ഇതിനെ ഒരു സർക്കാർ പരിപാടിയായിട്ട് ഇപ്പോൾ കാണേണ്ടതില്ല. ഒന്ന്. രണ്ട്, നികേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഡാറ്റാ ശേഖരണം എന്ന് പറയുന്നു. നോക്കൂ, ഈ പറയുന്ന പരിപാടികളിലൂടെ നമ്മൾ ശേഖരിക്കുന്ന ഡാറ്റ എന്താണ്? ഇവിടെ വരുന്ന പരാതികളുടെ സ്വഭാവം നോക്കാം. നമുക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കർഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ വിളയുടെ കൃത്യമായ വരുമാനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ വിധവാ പെൻഷൻ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളില്ല, അല്ലെങ്കിൽ റോഡ് നന്നാക്കിയിട്ടില്ല. ഇത്തരത്തിലുള്ള പരാതികളാണ് നമുക്കിവിടെ ലഭിക്കുക സ്വാഭാവികമായിട്ടും. ഇപ്പോൾ വിലസ്ഥിരതാ ഫണ്ട് നന്നായി വിനിയോഗിക്കപ്പെടുന്നില്ല എന്ന് തോമസ് ചാഴിക്കാടൻ സ്വാഗത പ്രസംഗത്തിൽ പറയുമ്പോൾ തന്നെ തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട്. ഇവിടെ പരാതി പറയേണ്ട സ്ഥലമല്ല എന്ന് മുഖ്യമന്ത്രി. ആ അർത്ഥത്തിൽ അദ്ദേഹം അപമാനിക്കപ്പെട്ടു എന്നൊരു വികാരം ആ പാർട്ടിക്കുമുണ്ട്. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ പ്രസംഗം നിരനിരയായി നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ഡാറ്റാ ശേഖരണത്തിലേക്ക് വന്നാൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇല്ലാത്ത ഡാറ്റ? ഇപ്പോൾ കേരളത്തിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഈ സർക്കാരിൻ്റെ കയ്യിൽ ഡാറ്റയില്ലേ? അതൊരാൾ പരാതിയായി തന്നിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യമാണോ? അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച്, സ്കൂളുകളില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഗവൺമെൻറ്റിന് നേരിട്ടൊരു നിയോജക മണ്ഡലത്തിലേക്ക് പോയി കണ്ട് ബോധ്യപ്പെടേണ്ട ഒരു ഡാറ്റാ ശേഖരണം അവിടെ ആവശ്യമായിട്ടുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ, നമ്മുടെ തൊഴിലില്ലായ്മയുടെ തോത്, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, ചെറുകിട വ്യവസായികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതേ സംബന്ധിച്ചെല്ലാം കൃത്യമായ ധാരണയുള്ള ഒരു സർക്കാരാണ് നമ്മുടേത്. അല്ലെങ്കിൽ എല്ലാ സർക്കാരുകൾക്കും അതിനുള്ള സംവിധാനങ്ങളുണ്ട്. മാത്രവുമല്ല, ഈ സർക്കാർ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാരാണ്. ആ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടി നിരന്തരമായ അതിൻ്റെ ജനസമ്പർക്കത്തിലൂടെ ഒരുപാട് ഡാറ്റാ ശേഖരണം നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കുക. ആ മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ആ മാനിഫെസ്റ്റോയാണ് നടപ്പാക്കുക. അപ്പം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ജനസമ്പർക്കത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒരു ഗവൺമെൻറ് മെഷീനറിയിലൂടെ കേരളത്തിൻ്റെ തൊഴിലില്ലായ്മയും കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങളും എല്ലാം നന്നായി അറിയുന്ന ഒരു സർക്കാരാണ്. അല്ലെങ്കിൽ ആ സർക്കാരിന് ഭരണത്തിലിരിക്കാൻ അർഹതയില്ല. അപ്പം എന്ത് ഡാറ്റയാണ് ഇനി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ പിന്നെ ഈ ഡാറ്റയ്ക്ക് നിൽക്കുമോ? ഇപ്പം നമ്മൾ പറയുന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും, പരാതി തീർപ്പാക്കും. ശരിയാണ്. ഇങ്ങനൊരു മന്ത്രിസഭ പോയിട്ട് പരാതി കിട്ടിയാൽ പരാതി അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. മന്ത്രിസഭയ്ക്ക് പരിഹരിക്കേണ്ടി വരും. അപ്പോൾ ക്ഷേമ പ്രശ്നം പരിഹരിക്കുന്നു, അല്ലെങ്കിൽ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നു, കുളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നു. പിന്നെ ഈ ഡാറ്റയ്ക്ക് എന്ത് എക്സിസ്റ്റൻസ് ആവുള്ളത്? എന്താണ് നമുക്ക് കേരളത്തിൻ്റെ ഒരു നവകേരളം എന്നുള്ള നിലയ്ക്ക് ഈ സമാഹരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് ഡാറ്റ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഭാവനാത്മകമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവാണ്. ആ അറിവ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കിട്ടിയില്ല എന്ന പരാതിയോ, വള്ളമില്ല എന്ന പരാതിയോ, വെള്ളം കിട്ടിയില്ല എന്ന പരാതിയോ, റോഡില്ല എന്ന പരാതിയല്ല. ഈ പരാതികളൊക്കെ ഇപ്പം ഞാൻ ഈ നമ്മുടെ റിയാസിൻ്റെ ഓഫീസിൽ ഒരിക്കൽ പോയിട്ടുണ്ട്. രാത്രിയിലാണ് പോയത്. റിയാസിനെ കാണാൻ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. അപ്പോൾ റിയാസിൻ്റെ ഓഫീസിൽ ഒരു വലിയ സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ ഗൂഗിൾ മാപ്പിംഗ് വെച്ചിട്ടാണ് റിയാസ് അത് കാണിച്ചു തന്നു. ഏത് സ്ഥലത്ത് റോഡിന് കേടുണ്ട് എന്ന് കാണാൻ പറ്റും, അവിടെ നിന്ന് കാണാൻ പറ്റും. വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഇരുന്നിട്ട് നല്ല മീറ്റിംഗ് ആണ്. നന്നായി പ്രവർത്തിക്കുന്നൊരു ഓഫീസാണത് കേട്ടോ. യാതൊരു തർക്കമില്ല.
അപ്പോൾ ഈ രീതിയിൽ വലിയ ഈ പറയുന്ന ഡിജിറ്റൽ സംവിധാനമൊക്കെ വികസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഡാറ്റ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കേണ്ട ഒരു കാര്യമല്ല. അത്രയൊരു ഡാറ്റയല്ല ഇവിടെ കിട്ടുക. പിന്നെ നികേഷ് പറഞ്ഞൊരു കാര്യം, ജനങ്ങളിലേക്ക് പോയി ജനങ്ങളോട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, ഞങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദം ഒരു സർക്കാർ പറയണം. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. അത് ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ സംസ്ഥാനത്തെ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യമുള്ളപ്പോൾ അതിനെ വിശദീകരിക്കേണ്ടത് അത് പൊളിറ്റിക്കലി തന്നെ വിശദീകരിക്കണം. ആ വിശദീകരണത്തിന് ഞാനതല്ല, ആ വിശദീകരണം കൃത്യമായി നടക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പരമാവധി ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് നന്നായിരിക്കട്ടെ. കാരണം അതിന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ ഇങ്ങനെ അമർച്ച ചെയ്യുന്നതും പിന്നെ വീട് കയറി തല്ലുന്ന അവസ്ഥയുണ്ടാവുക, അത് പിന്നെ പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഹെഡ്ലൈനായിട്ട് വരിക, അവിടെ അതുമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അത് അഭിലഷണീയമല്ല എന്നാണ് എനിക്ക് അല്ല, ഈ പ്രതിപക്ഷത്തിന്റെ കയ്യിലില്ലാത്ത ഡാറ്റയല്ലേ ഇവർ തപ്പിക്കൊണ്ട് കിടക്കുന്നത്? പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഡാറ്റയൊന്നുമില്ലേ? കഴിഞ്ഞ 7.5 വർഷമായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന സമരങ്ങൾ എത്ര നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷം? കേരളത്തിൽ ഈ LDF സർക്കാരിനെതിരെ എത്ര പ്രതിപക്ഷ പാർട്ടികൾ എത്രയധികം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്? അറിയപ്പെടുന്ന എത്ര സമരങ്ങൾ നടത്തിയിരിക്കുന്നത്? പ്രതിപക്ഷം പറയേണ്ട കാര്യങ്ങളാണിതെല്ലാം. നിങ്ങളിപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരാണ് പറയേണ്ടത്? ഇവിടെ സർക്കാർ പിന്നെ ഒരു LDF സർക്കാർ കഴിഞ്ഞ 7.5 വർഷമായിട്ട് കേരളത്തിൽ ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് കൈ കെട്ടി നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇവിടെ ഞാൻ 3-4 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടെ ഇവിടെ ഓരോ കരിക്കൊടി കാണിക്കും. എന്നിട്ട് ആ കരിക്കൊടീൻ്റെ പേരിൽ ജാഥ നടന്നു പോകുന്നത് ശരിയല്ല, അതാണ് ഇതാണെന്ന് പറയും. ഇങ്ങനെയല്ലോ അല്ലല്ലോ. ഇത് എന്താണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്? ഇതിനെ പിന്നെ കഴിഞ്ഞ 10-20 ദിവസമായി കാസർഗോഡ് നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെത്തി. ഈ ആലപ്പുഴ ജില്ലയിലെത്തിയിട്ട് ഒരു കാര്യം നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റിയിട്ടില്ല. ഈ ജാഥയ്ക്കെതിരെ ഒരു സന്ദേശം, ഈ ജാഥ ഇന്ന കാരണത്തിൽ പരാജയമാണ്, എന്തുകൊണ്ട് ഇങ്ങനെ പരാജയപ്പെട്ടു എന്നൊന്നും ഇവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് ഈ കരിങ്കോടി കാണിക്കുന്നത്. കരിങ്കോടി കാണിക്കുമ്പോൾ എന്താണ് നികേഷ് കുമാർ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഒരു മുഖ്യമന്ത്രി സെറ്റ് ബസ് കാറ്റഗറിയുള്ള പിന്നെ സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ കൂടെ 20 മന്ത്രിമാർ യാത്രയാണ്. ഒരു മന്ത്രിസഭ ഒന്നിച്ച് യാത്രയാണ് വാഹനത്തിന് മുന്നിലും പുറകിലായിട്ട്. അതിന് മുന്നിലേക്കാണ് ഈ വടി പിന്നെ ഇതും കൊണ്ടെടുത്ത് ചാടുന്നത്. ഇത് എങ്ങനെയുള്ള ആൾക്കാരാണ്, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാനും ഈ അടിച്ചതിനൊന്നും കണ്ടിട്ട് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിൽ കൂടെ പറയാണ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുകയും സംസ്ഥാനത്തിന്റെ സാഹചര്യം പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് പറയുന്നത്? സംസ്ഥാനത്തിന്റെ സാഹചര്യം, ഇവിടെ സപ്ലൈകോയുടെ സാഹചര്യം, ഇവിടെ ക്ഷേമ പെൻഷന്റെ സാഹചര്യം, ഇതല്ലേ ഉദ്ദേശിച്ചത്? പ്രതിപക്ഷ നേതാവ് എന്ത് പറയണമെന്നാണ് ഉദ്ദേശിച്ചത്? അതല്ല, ഈ ഡാറ്റ എന്ന് പറയുന്നത് കേരളത്തിലുള്ള സാധാരണക്കാരന്റെ ഓരോ മണ്ഡലത്തിലും 10,000-20,000 ആൾക്കാർ വന്നിട്ട് പരാതി കൊടുക്കുകയാണ്. ആ പരാതികൾ എത്ര എണ്ണമാണ്? നിങ്ങൾ കുറെ നാളായിട്ടോ ഈ ക്ഷേമപ്രശ്നം. ആ പരാതികൾ സാധാരണ ആർക്ക് കൈമാറുന്ന പരാതികളാണ്? ആർക്കാണ്? ഉദ്യോഗസ്ഥർക്ക്. അവർ തന്നെയല്ലേ ഇപ്പോൾ വാങ്ങുന്നത്? അതെ, അത് വാങ്ങാൻ ഇപ്പൊ ജില്ലതോറും സഞ്ചരിക്കണം. വേണ്ടേ സ്മൃതി? അങ്ങനെയാണെങ്കിൽ ഇത്ര ഈ പറയുന്ന 4-5, അതായത് സെക്രട്ടേറിയറ്റും സംവിധാനവും പ്രവർത്തിക്കേണ്ട ഈ യാത്ര തന്നെ മതി. അങ്ങനെയായിരുന്നെങ്കിൽ 5 ലക്ഷത്തോളം പരാതി ഓൾറെഡി ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ എത്തേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ട് എത്തിയില്ല? അത് ആരുടെ കുഴപ്പം? ആരുടെ കുഴപ്പമാണ്? അതിനൊരു ഇനീഷ്യേറ്റീവ് വേണം. എനിക്കൊരാവശ്യമുണ്ട്, ഈ മന്ത്രിസഭ വന്നാൽ നടത്തി തരുന്നുള്ള ആഗ്രഹം കൊണ്ടും ആശ്വാസം കൊണ്ടുമാണ് ഈ ജനങ്ങൾ മന്ത്രിസഭേന്റെ മുന്നിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പരാതികൾ നേരത്തെ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവൂലേ? ഇല്ല, ഒരു മിനിറ്റ്. അതായത് നേരത്തെ ഇത് താലൂക്ക് അടിസ്ഥാനത്തിൽ, പിന്നീട് ജില്ലാ അടിസ്ഥാനത്തിൽ, പിന്നീട് മേഖലാ അടിസ്ഥാനത്തിൽ, അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് എല്ലാ മന്ത്രിമാരും ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങുന്ന രീതിയിലുള്ള നവകേരള സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ട പരിപാടിയല്ല. താലൂക്ക്, ജില്ല, മേഖല, നവകേരളം എന്ന സംസ്ഥാന തലത്തിലുള്ള പരിപാടി. അപ്പോൾ ആ പരിപാടിയുടെ ഒരു കൾമിനേഷനാണ്, അതിൻ്റെ അവസാന ഘട്ടം എന്നുള്ള നിലയിലാണ്. ഞാനത് ഡാറ്റ ശേഖരണം എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാക്കാണ്. ഇത് ഏതെങ്കിലും സർക്കാർ വേർഷനേ അല്ല. ഞാൻ ആ പരിപാടിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എന്തിനായിരിക്കാം പിണറായി വിജയനും 20 മന്ത്രിമാരും കൂടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വയം ബോധ്യമാണത്. അത് സ്വാഭാവികമായിട്ടും ആളുകളുടെ പരാതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഡാറ്റയാണ്. അടുത്ത 2.5 കൊല്ലം നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ ഇത് ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതി മാത്രമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാതികളൊക്കെ അതിനകത്തുണ്ടാവും. പക്ഷേ നമ്മളീ പരാതി എന്ന് പറയുന്നത് ഒരു നേരത്തെ ശ്രീ ആൻ്റോ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് ആവറേജ് ഒരു 20,000 പരാതി എന്ന് വിചാരിക്കുക. 10,000-നും 20,000-നും ഇടയിൽ പരാതി കിട്ടുന്നല്ലോ. 20,000 പരാതി ഇൻറ്റു 140 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്.
അപ്പോൾ അത് ആകെ ടോട്ടൽ നോക്കുമ്പോൾ പറഞ്ഞാൽ അത് ലക്ഷങ്ങളാണ് വരുന്നത്. ഈ ലക്ഷങ്ങൾ പരാതി വരുമ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു സർവേ നടത്തുകയാണ് എങ്കിൽ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നമ്മൾ ആകെ എടുക്കാൻ പോകുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ഒരു 500 സാമ്പിളായിരിക്കും. ഏറ്റവും കൂടിയ സാമ്പിൾ എന്ന് പറയുന്നത് 500 ആയിരിക്കും. ഇത് ഇവർക്കൊരു 20,000 സാമ്പിൾ കിട്ടിയാണ്. 20,000 പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഇപ്പോൾ കേരളത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് CPM എന്ന പാർട്ടിയില്ലേ, LDF എന്ന മുന്നണിയില്ലേ, അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നില്ലേ? ശരിയാണ്, കേരളത്തിലെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് CPM. അതിൻ്റെ ബഹുജന സംഘടനകൾ തന്നെയാണ് എല്ലായിടത്തും പകർന്നു നിൽക്കുന്നത്. ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം CPM എല്ലാ കാലഘട്ടത്തിലും നടത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ നടത്തുമ്പോഴും CPM-ന് ഭരണം നഷ്ടപ്പെടാറുണ്ട് പല കാര്യങ്ങളിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇപ്പോൾ 1991 അന്നത്തെ EK നായനാർ സർക്കാർ രാജിവെച്ച് ഇറങ്ങിപ്പോയിട്ടുള്ളത് ഇപ്പോൾ അധികാരത്തിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള VS അച്യുതാനന്ദൻ്റെ ധൃതിയായിട്ടാണ് പല ആളുകളും അതിനെ പിന്നീട് വിശകലനം ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്താ സംഭവിച്ചിട്ടുള്ളത്? ജനകീയാസൂത്രണത്തിലൂടെ CPM-കാർക്ക് മാത്രമാണ് കാര്യങ്ങൾ ലഭിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അങ്ങനെ നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾക്കെതിരെ വിധി എഴുതുകയാണ് ചെയ്തിട്ടുള്ളത് 91 എന്നുള്ളതാണ്. ഇത് CPM-ൻ്റെ മാത്രം ഫീഡ്ബാക്ക് പോരാ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാരിൻ്റെ നവകേരള സദസ്സാണ്. ജില്ലാ കളക്ടറാണ് ആ പരിപാടിയുടെ സംഘാടകൻ. പരമാവധി ആളുകളിലേക്ക് എത്തുകയാണ് ഇവർ. നോക്കൂ, നവകേരള സദസ്സ് വരുവാണ്, ക്യാബിനറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്, നിങ്ങളുടെ പരിഭവങ്ങളും പരാതികളും പറയൂ, അവിടെ പരിഹാരം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഞാൻ ചെന്നിട്ട് പറയുകയാണ് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള കലുങ്കിന് മാറ്റം വരുത്തണം എന്ന് പറയുകയാണ്. ഉണ്ണി നോക്കൂ, അങ്ങനെ പറയുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള കലുങ്ക് എൻ്റെ മാത്രം പ്രശ്നമല്ല, അവിടെ ഒരു 50 കുടുംബങ്ങളുണ്ടാവും. ആ 50 കുടുംബങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് സംസ്ഥാന സർക്കാരിന് മനസ്സിലാവുകയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്മൃതി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്തുന്നില്ല. പഞ്ചായത്തിന് കൊടുക്കേണ്ട പരാതി, പഞ്ചായത്തിനെ കുറിച്ചുള്ള പരാതി പഞ്ചായത്തിനോട് തന്നെ പറയുകയാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഈ പറയുന്ന ആക്ടിവിറ്റിക്ക് യാതൊരു അർത്ഥവുമില്ല. പക്ഷെ അതായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, CPIM-നെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണമുള്ളൂ, ഇടതുപക്ഷത്തിന് ഭരണമുള്ളൂ. അവർ ഈ ഭരണം നഷ്ടപ്പെടാതെ നോക്കുന്നതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള എക്സർസൈസ് ആയിട്ടാണ് ഞാൻ നവകേരള പറയട്ടെ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അരുൺകുമാറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഗുഡ് മോർണിംഗ് വിത്ത് അരുൺകുമാറിൻ്റെ അകത്ത് ഞാൻ തേക്കടി വന്യജീവി സങ്കേതത്തിൽ തേക്കടി പാർക്കിൻ്റെ അകത്ത് സജി ചെറിയാനായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അതിൻ്റെ അകത്തൊരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം. അവിടെ ഞാനൊരു 2 മാസം മുന്നേ പോയതാണ്. ആ സ്ഥലത്ത് ഞാൻ മോർണിംഗിൽ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ബോട്ട് സവാരി നടത്തിയതാണ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ബാത്റൂമിൽ പോകണം. രാവിലെ 8 മണി 8:30 ആയി കഴിഞ്ഞപ്പോഴാണ്. ആ സ്ഥലത്തൊരു ബാത്റൂം ആ സമയത്തില്ല. അപ്പം അവിടെ വന്ന ആദ്യത്തെ പരാതി അരുൺകുമാറിനോട് ഒരു പ്രേക്ഷകൻ വന്ന് പറയും, സാറേ ഇവിടെ ഒരു യൂറിനല്ലോ, ഇവിടെ ഒരു ബാത്റൂമോ ഇല്ല. അപ്പോൾ അരുൺകുമാർ പറയുകയാണ്, സാർ ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പം തന്നെ മിനിസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ സജി ചെറിയാൻ നടന്നു വരികയാണ്. അപ്പോൾ സജി ചെറിയാനോട് മൈക്ക് വെച്ചിട്ട് ചോദിക്കുകയാണ്, സാർ ഇവിടെ ഒരു ബാത്റൂം ഇല്ല എന്നാണ് ഈ പ്രേക്ഷകൻ പറയുന്നത്, ഇദ്ദേഹം പറയുന്നത്. സജി ചെറിയാൻ പറഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു പരാതി എഴുതി നിങ്ങൾ അവിടെ കൊടുത്തോളൂ, ഇപ്പോൾ നാളെ ഈ സംവിധാനത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറയുന്നതിനകത്ത് ചെറിയ വിഷയമാണ്. പക്ഷേ ജനങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണത്. അത് മന്ത്രിസഭയ്ക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അതവിടെ അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഞാൻ കാസർഗോഡ് തുടങ്ങി ഈ പറയുന്ന ആലപ്പുഴ വരെ എത്തിയപ്പോൾ ഇത് കൂടുതൽ നിരവധി പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് വരുന്നത്. ഇനിയിപ്പോൾ ഒരു കാര്യം പറയാം, ഇനി ഒരു ഇഷ്യൂ ഒരു സ്ഥലത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഈ മന്ത്രിമാർക്ക് മനസ്സിലാവുന്നേ, ഈ മന്ത്രിമാർക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ പറഞ്ഞോ, ഇപ്പം ഏതെങ്കിലും ഒരു മണ്ഡലം എടുത്തോളൂ, ഇപ്പോൾ താമരശ്ശേരി അല്ലെങ്കിൽ പിന്നെ തിരുവമ്പാടി മണ്ഡലത്തിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം, തിരുവമ്പാടി വയനാട് പിന്നെ തുരങ്കപാത വരികയാണ്. ആ തുരങ്കപാതയെക്കുറിച്ച് ഇവിടെയുള്ള എല്ലാ മന്ത്രിമാർക്കും ധാരണ വേണ്ടതാണ്. അവിടെ വനം വകുപ്പ് വേണം, അവിടെ റവന്യൂ വകുപ്പ് വേണം, അവിടെ പൊതുമരാമത്ത് വകുപ്പ് വേണം, അവിടെ മുഖ്യമന്ത്രി വേണം. എല്ലാ വകുപ്പുകളുടെയും സംയോജിച്ചൊരു സംവിധാനമാണ് അവിടെ വരാൻ പോകുന്നത്. ആ സംവിധാനത്തെക്കുറിച്ച് ആ മണ്ഡലത്തിൽ പോയി ചർച്ച ചെയ്ത് തീരുമാനം എടുത്ത് തിരിച്ച് തിരുവനന്തപുരത്ത് നാളെ അവരുടെ മുൻപിൽ ഒരു ഫയൽ വരുമ്പോൾ ആ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ അവരെ കൊണ്ട് പറ്റും. ഇത് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, വളരെ വിശാലമായി ചിന്തിക്കാതെ വളരെ ഇടുങ്ങിയ ചിന്താഗതിക്കൂടെ ഇത് എപ്പോഴും പിന്നെ ഒരു ക്ഷേമ പെൻഷനും പിന്നെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മാത്രം ഒരു ഒറ്റ കോളം ഉണ്ടാക്കി വിശാല വിഷയം ഞാൻ പറയുന്നത് അതിൽ ഒതുക്കുകയാണല്ലോ നമ്മൾ. ഒരു സംസ്ഥാനത്തിൻ്റെ ഉയർച്ച വരണമെങ്കിൽ ആ പറയുന്ന മന്ത്രിസഭയും ആ മന്ത്രിസ്ഥാനങ്ങളും ജനങ്ങളിലേക്ക് ഇറങ്ങിയെടുക്കുന്ന തീരുമാനങ്ങളുടെ പേര്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇടുങ്ങിയ ചിന്താഗതിയാണോന്ന് അറിയില്ല. ഈ പോകുന്ന വഴിക്ക് സ്കൂളിന്റെ മതിൽ പൊളിച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു, പിറ്റേ ദിവസം ശരിയാക്കുന്നു പറഞ്ഞതാണ്, അതുവരെ ശരിയാക്കിയിട്ടില്ല.
ഞാൻ വേറെ ഒറ്റ കാര്യം കൂടി ചോദിച്ചേക്കാം. ശ്രീ ആൻഡോസിന്റെ ഒരു അല്ല, ഞാൻ- ഈ സ്നേഹ- ഒരൊറ്റ കാര്യം അതായത് ഈ പദം എവിടേക്കാണ്? സ്മൃതിയുടെ ആ ഒരു വിശാല ചിന്ത എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. ഈ ഇത് അത്ര- സ്മൃതിയുടെ മതില് എന്ന് പറയും. നോക്ക്, VIP മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അന്ന് അങ്ങനെ പിറ്റേ ദിവസം അത് ഉണ്ടാക്കി കൊടുക്കുന്നു പറയരുത്. വേണ്ട. അങ്ങനെ എന്തിനാ കളവ് പറയണത്? അത് സ്മൃതി അതിനകത്ത് പിറ്റേ ദിവസം ശരിയാക്കി തരും. അതായത് പരിപാടി കഴിഞ്ഞ പിറ്റേ ദിവസം ശരിയാക്കി പറയണേ. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? VIP മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ഉപരാഷ്ട്രപതിയോ കാണുന്നുണ്ട് ഇപ്പൊ ഗവർണറോ VIP movement മുഖ്യമന്ത്രിയോ കാണുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ വന്നാൽ സ്വാഭാവികമായും ഒരു ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളതാണ്. പറഞ്ഞുകൊണ്ട് ഞാൻ അതല്ല ഇത് ഇപ്പം ശ്രീ ആൻഡോസും പറഞ്ഞ കാര്യത്തിനകത്ത് ഇപ്പോൾ എത്ര പിന്നെ ഇപ്പോൾ സജി ചെറിയാൻ വരുന്നു, അരുൺ ചോദിക്കുന്നു, അപ്പോൾ ഇവിടെ പെട്ടെന്നൊരു പരാതി കൊടുക്കൂ, ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു വളരെ പിന്നെ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം പറയാം. അപ്പം നിങ്ങൾ വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരം വരെ നിങ്ങളുടെ ഭാര്യയായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ആ ഭാര്യയ്ക്ക് എവിടെയെങ്കിലും ഒന്നും പിന്നെ ഈ പറയുന്ന യൂറിൻ പാസ് ചെയ്യാൻ പോകും, ഞാൻ ആദ്യം തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്ന ആളാണ്. ആ കാര്യത്തിൽ തീരുമാനം പറയട്ടെ. അല്ല അത് ചെയ്യാൻ നമുക്ക് ഈ യാത്രയുടെ ആവശ്യം. ഈ യാത്രയെ ഞാൻ കുറച്ച് കാണുകയല്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ കേരളത്തിന്റെ ജനകീയ പ്രശ്നങ്ങളായിട്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അല്ല, ഞങ്ങൾ ഞാൻ യാത്ര ഒരിക്കലും ഇപ്പം എൻ്റെ മോളുമായിട്ട് ഞാൻ ഈ യാത്ര ഒറ്റ കാര്യത്തിൽ ചെയ്യുന്ന പറഞ്ഞതല്ല. എൻ്റെ മോളോട്ട് യാത്ര ചെയ്യുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങൾ പൊതുവായ പ്രശ്നങ്ങൾ തന്നെയുണ്ട്. ഇത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, വലതുപക്ഷവും ഭരിക്കുമ്പോഴൊക്കെ ഉള്ള സ്ഥിതി തന്നെയാണ്. നോക്കൂ, ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഭാവനാത്മകമായ പദ്ധതിയൊന്നും നമുക്കില്ല. അതൊന്നും ഇവരിപ്പോൾ ഈ സജി ചെറിയാൻ പോയൊരു സ്ഥലത്ത് കണ്ടിട്ട് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമല്ല, സജി ചെറിയാൻ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമല്ല, സർക്കാരിന് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. ഇതൊക്കെ നേരെ അങ്ങ് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഞാൻ പക്ഷേ ഈ പറയുന്നത് അവിടുത്തെ ഒരു ടോയ്ലറ്റ് ഒരു നല്ല ഉദാഹരണമല്ല. അതൊരു പിന്നെ എന്താ പറയണ്ടത്, കേരളത്തിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാതിരിക്കുന്നതെന്ന് അത്ഭുതപ്പെടുന്നു. വലിയ പല അത്ഭുതം. ടെലിവിഷൻ ചാനലുകളും ഇതിനകം തന്നെ നിരവധി ക്യാമ്പയിനുകൾ നടത്തിയിട്ടുള്ളതാണ്. വിഷയമാണത്. സ്ത്രീകളുടെ പ്രശ്നം. ഉണ്ണി ബാലകൃഷ്ണനോ അല്ലെങ്കിൽ ആന്റോ അഗസ്റ്റിനോ അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കാട് സ്വന്തം ആറോടിച്ചു പോകുമ്പോഴോ ഒക്കെ തന്നെയും ഇപ്പോൾ പിന്നെ ഒരു ബാറുകളും 3 സ്റ്റാർ ഹോട്ടലുകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നിവൃത്തിയില്ലെന്ന ഈ നാട്ടില്. ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ആ വിഷയം ഉയർത്തി കാണിക്കും. വളരെ കാരണം പ്രധാനപ്പെട്ട വിഷയം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവർക്ക് ഒരുപക്ഷെ എന്താ പറയണ്ടത്, ജീവൻ മരണ പോരാട്ടമായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഇതിൻ്റെ ഒരു നവകേരള സദസ്സിൻ്റെ മറ്റൊരു ആസ്പെക്ട് കൂടി പറയാം. നമുക്ക് ഈ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇത് ചെറുപ്പക്കാരുടെ മന്ത്രിസഭയാണ്. പിണറായി വിജയനും കെ കൃഷ്ണൻകുട്ടിയും മാത്രമേ 70 കടഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു AK ശശീന്ദ്രനും ഉണ്ടാവുമായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം ചെറുപ്പക്കാരാണ്. അവർ ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ മനസ്സിനകത്തുണ്ടാകുന്നൊരു മാറ്റത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു. അതാണ് നികേഷ് കുമാർ ഇതിനകത്ത് ആധികാരികമായി ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യം അതാണ്. നമ്മളിപ്പോൾ എത്ര വലിയ ആളായിക്കോട്ടെ, നമുക്ക് എത്ര അനുഭവ സമ്പത്തുള്ള ആളായിക്കോട്ടെ, നമ്മൾ കാണുമ്പോഴേ നമ്മുടെ ഇതിലേക്ക് അതിൻ്റെ ആ വിഭാവനം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു സംവിധാനത്തെ കാണുമ്പോഴേ നമുക്ക് പറയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ എന്തിനാണ് യാത്രകൾ പോകുന്നത്? നമുക്കിതിനെക്കുറിച്ച് പഠിക്കണം. നമ്മൾ കേരളത്തിൽ എല്ലാ മുക്കും പോലും പോയ എത്ര ആൾക്കാരുണ്ട്. ഈ പറയുന്ന മന്ത്രിസഭയിൽ പോലുള്ള ആൾക്കാരെ ഈ പറയുന്ന 140 മണ്ഡലം പോയി ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് ഓരോ മണ്ഡലത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്ന ആൾക്കാരായിരിക്കാം, അവർ നിന്നായിരിക്കും ഉയർന്നു വന്നിട്ടുണ്ടാവുക. പക്ഷെ അവർ എന്താ ചെയ്യുന്നത്, ഈ മന്ത്രിസഭയിൽ പെട്ട് എല്ലാവരും എല്ലാ മണ്ഡലത്തിലേക്കൂടെയും പോകാന്നേ. അപ്പോൾ മാത്രമല്ല, സാധാരണഗതിയിൽ മന്ത്രിമാർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ തിരുവനന്തപുരത്തിരിക്കും, സെക്രട്ടേറിയറ്റിൽ പോയിരിക്കും. 2 ദിവസം അവരുടെ നിയമസഭാ മണ്ഡലത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുകയാണെങ്കിൽ ഒന്ന് പോയി വരുമെന്നല്ലാതെ അവർക്ക് കേരളത്തിൻ്റെ ഒരു സമഗ്ര ചിത്രം കിട്ടാനുള്ള ഒരു വഴിയും നിലവിലുള്ള തിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കില്ല. ഇത് നവകേരള സദസ്സിലൊരു നോക്ക്, ഞാനും അതിനെ പോസിറ്റീവായി കാണുന്നതിൻ്റെ കാര്യം ഒരു മാറ്റം ഉണ്ടാകണം കേരളത്തിൽ എന്നുള്ള ആഗ്രഹം. ഞാൻ ഈ പിണറായി വിജയൻ ഇത്രയും നാളെടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരിക്കും ഈ പറയുന്ന നവകേരള സദസ്സ്. അതിൻ്റെ മാറ്റം 100% ഈ പറയുന്ന മന്ത്രിസഭ തിരിച്ച് തിരുവനന്തപുരത്ത് ഉണ്ടാവുമെന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇവർക്കൊരു കേരളത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഒരു ടോട്ടൽ ഭൂപടം ഇവരുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എന്നുള്ള കാര്യത്തിനും ഒരു സംശയമില്ല. ശരി, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. വിലക്ക് ന്യായമോ എന്നായിരുന്നു ചോദ്യം. ന്യായമാണ് എന്ന് തന്നെയാണ് 4 പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇടവേളയിൽ Meet the editors.